അപ്പോൾ അതേ ഒരു കപ്പ് ഞാൻ ചോറ് വെക്കുന്ന അരി എടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് 4 മണിക്കൂറിന് അടച്ച് വെച്ചിട്ടുള്ളതാണിത്. ഞാൻ മട്ട അരി വെച്ചിട്ടാണ് ചോറ് വെക്കാറ്, അതുകൊണ്ട് ഞാനത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് വെള്ളം ഒന്ന് ഊറ്റിക്കളയണം. ഇപ്പോൾ നല്ലപോലെ സോക്കായി വന്നിട്ടുണ്ട്, അരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി, ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, ഒരു കാൽ മുതൽ അര ടേബിൾ സ്പൂൺ വരെ നല്ല ജീരകം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ, നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കരുത്. നമ്മൾ ഈ ഒരു കല്ലുമ്മക്കായ നിറച്ചതൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിനേക്കാളൊക്കെ വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അത് മാത്രമല്ല നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഓരോ ബൈറ്റിലും നമുക്ക് ആ ഒരു കല്ലുമ്മക്കായുടെ ഫ്ലേവർ കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതേ ഒന്ന് അരച്ചെടുക്കാം, തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം, നല്ല പേസ്റ്റ് ആവരുത് ഞാൻ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ അതേ നല്ല പോലെ ഒന്ന് ഇങ്ങനെ ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള കല്ലുമ്മക്കായ. ഞാനിവിടെ ഏകദേശം ഒരു 18 മുതൽ 20 കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഓരോ കല്ലുമ്മക്കായ ഇതുപോലെ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിലിടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോ ബൈറ്റിലും ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടും ആ ഒരു കല്ലുമ്മക്കായ. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു കല്ലുമ്മക്കായ ഉണ്ടല്ലോ, അത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു കല്ലുമ്മക്കായ ഈ മാവിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒന്ന് മിക്സായി വരട്ടെ. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ നമ്മൾ എത്ര കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത് എന്നുണ്ടെങ്കിൽ പോലും ഇതിൽ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഒന്ന് തിക്കാവാനും അതുപോലെ തന്നെ അതൊന്ന് ബോളാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കുക. കാരണം നമുക്കിതൊന്നൊരു ഉരുട്ടിയെടുക്കാനായിട്ടാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഷേപ്പിൽ കിട്ടില്ല. പിന്നെ ഒരുപാട് വെള്ളം ഒഴിക്കണമെന്ന് പറയാൻ കാരണം ഒരുപാട് ഈ ഒരു പച്ചരിപ്പൊടി ഇട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് ചെറിയ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് വലിയ ബോൾസ് ഉണ്ടാക്കുന്നതിനേക്കാളും ഇതുപോലെ ചെറിയ ബോൾസാക്കി ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉള്ളത്. ചെറിയ ബോൾസായിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കി എല്ലാ ഇതും ഉരുളകളും ഞാൻ റെഡിയാക്കി എടുക്കട്ടെ. ഇപ്പോൾ ഒരു സ്റ്റീമറിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു കല്ലുമ്മക്കായ ബോൾസ് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കണം. ഒന്നുമ്മ തട്ടാതെ വെക്കുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ ഞാൻ ഇത് എല്ലാം ഒന്ന് ഈ ഒരു സ്റ്റീമറിൽ വെച്ച് കൊടുക്കട്ടെ. ഇപ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള മൊത്തം ബോൾസ് ഞാൻ സ്റ്റീമറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ചെറിയ ബോൾസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ബോൾസൊക്കെ നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ ഒരു ബോൾസ് ഇതൊന്ന് മാറ്റാം. ഇനി ഇതൊന്ന് ഒരു മസാല പരട്ടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഇതൊരു ബൗളിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ ഓൾറെഡി ആ ബോൾസിൽ ഉപ്പിട്ടാണ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്, എന്നാലും ഒരു ചെറിയ ഒരു കോട്ടിങ് കൊടുക്കാനായിട്ട് കുറച്ച് ഉപ്പ്, അതുപോലെ ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവ് മുളകാണെങ്കിൽ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് കൂടുതലോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്നൊരു പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് നമ്മളവിടെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള കല്ലുമ്മക്കായ ബോൾസ് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട, ചിലപ്പോൾ അത് പൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓരോ ബാച്ച് കുറച്ചായിട്ട് 2-3 ബാച്ചായിട്ട് ഞാൻ അതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എനിക്ക് കല്ലുമ്മക്കായ നിറച്ചത് കഴിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ് ഈ ഒരു കല്ലുമ്മക്കായ ബോൾസ് കഴിക്കാനും, അതുപോലെ തന്നെ ഉണ്ടാക്കാനും അതിനേക്കാളും കുറച്ച് എളുപ്പമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വളരെ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ബോൾസൊക്കെ ഓൾറെഡി കുക്കായിട്ടുള്ളതാണ്, പുറത്തെ മസാല മാത്രം ഒന്ന് ഫ്രൈ ആയി വന്നാൽ മതി. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞു പോകും. ഇത് ഒരു സൈഡൊക്കെ ഒന്ന് കുക്കായി വരുന്ന സമയത്ത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഇനിയിപ്പോൾ അത് ഏകദേശം ഒന്ന് കുക്കായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കാരണം അത് ഓൾറെഡി കുക്കായി വന്നതുകൊണ്ട് ഒന്ന് ജസ്റ്റ് അതിൻ്റെ കവറിങ് മാത്രം ഒന്ന് കുക്കായി വന്നാൽ മതി. അപ്പോൾ അത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ല ചായയുടെ കൂടെയൊക്കെ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ ഇനി കല്ലുമ്മക്കായ കിട്ടുമ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കണം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.